ആക്സിയം ദൗത്യത്തിൽ ഉറ്റുനോക്കുന്നവരെയൊക്കെ രസിപ്പിച്ച ഒരു കൗതുകം കൂടി ഉണ്ടായിരുന്നു ആക്സിയം കുതിച്ചു വരുമ്പോൾ. ആക്സിയം ദൗത്യത്തിലെ 4 സഞ്ചാരികൾക്കൊപ്പം ബഹിരാകാശ ചരിത്രത്തിന്റെ നാഴികക്കല്ലുകൾ താണ്ടിയത് ഒരു കുഞ്ഞൻ അരയന്നപ്പാവ് കൂടിയാണ്. 5 ഇഞ്ച് മാത്രമുള്ള ജോയ് എന്ന തൂവെള്ള സോഫ്റ്റ് ടോയ്. ദൗത്യത്തിലെ വെറുമൊരു ഭാഗ്യചിഹ്നം മാത്രമല്ല കുഞ്ഞൻ അരയന്നപ്പാവ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കുതിക്കുന്ന ഡ്രാഗൺ പേടകത്തിലെ ശൂന്യ ഗുരുത്വാകർഷണ സൂചകം അഥവാ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ കൂടിയാണ് ഈ ഇത്തിരി കുഞ്ഞൻ. ഇന്ത്യയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല പൈലറ്റായ പേടകത്തിനുള്ളിൽ ഇതിനെ നൂലിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് പേടകം മൈക്രോ ഗ്രാവിറ്റി അഥവാ സീറോ ഗ്രാവിറ്റി പ്രവേശിച്ചതിന്റെ ആദ്യ സാക്ഷി കൂടിയാണ് ജോയ്. പേടകത്തിനുള്ളിൽ ജോയ് ഉയർന്നു പൊങ്ങി ഒഴുകി നടക്കാൻ തുടങ്ങിയതോടെയാണ് ഇത് സാധ്യമായത്. ശുഭാംശുവിന്റെ 6 വയസ്സുകാരൻ മകൻ കിയാഷ് നിർദ്ദേശിച്ച പാവയെ മറ്റു സഞ്ചാരികൾ സ്വീകരിച്ചു എന്നാണ് വിവരം. ജോയ് എന്ന് പേരിട്ടത് ശുഭാംശുവിന്റെ സഹസഞ്ചാരി ഹംഗറിക്കാരൻ ടിബോർ കാപ്പുവും. US, ഇന്ത്യ, ഹംഗറി, പോളണ്ട് എന്നീ രാജ്യങ്ങൾ കൈകോർക്കുന്ന ദൗത്യത്തിൽ കുഞ്ഞൻ അരയന്നപ്പാവ വിവിധ സംസ്കാരങ്ങളുടെ പ്രതീകമാണ്. ഭാരതീയ സങ്കല്പ പ്രകാരം വിജ്ഞാന ദേവതയായ സരസ്വതിയുടെ വാഹനമാണ് അരയന്നം. ബഹിരാകാശത്ത് ഒഴുകി നടക്കാൻ കഴിയുന്ന ഭാരമില്ലാത്ത അവസ്ഥ തിരിച്ചറിയാനായി സഞ്ചാരികൾ കൂടെ കരുതുന്ന സൂചകമാണ് സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ. ഉള്ളിൽ ബീൻസ് പെല്ലറ്റുകൾ നിറച്ച മൃദു പാവകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 1961 സോവിയറ്റ് സഞ്ചാരി യൂറി ഗഗാറിന്റെ ദൗത്യത്തിൽ ഭാരമില്ലായ്മ തിരിച്ചറിയാനായി ഒരു ചെറുപാവ കരുതിയിരുന്നു. ഈ പാരമ്പര്യം റഷ്യൻ സഞ്ചാരികളും നാസയും സ്പേസ് എക്സും ബോയിങ്ങും ഒക്കെ തുടരുന്നു. കാര്യങ്ങൾ ഇത്രയും ശാസ്ത്രങ്ങൾ നിറഞ്ഞതാണ് എന്നറിഞ്ഞാലും ഇല്ലെങ്കിലും ഇത്തിരി കുഞ്ഞനെ എല്ലാവരും വളരെ കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ഒരു തരത്തിൽ ജോയിയാണ് ഇപ്പോൾ താരമെന്ന് പറയാം.